ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഞമ്മക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കല്ലേ. അങ്ങനെ നമ്മളിന്ന് മൂത്തച്ഛൻ കാക്കാൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ കാക്കാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അടുക്കള ഭാഗത്ത് കൂടെ കയറാമെന്ന് കരുതിയിട്ട് ഈ സൈഡിന് അങ്ങനെ പോവുകയാണ്. അപ്പം ഇന്ന് മുത്തച്ഛൻ കാക്കാൻ്റെ അവിടെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. ഇന്ന് മൗലൂദാണ് കേട്ടോ, റബീഉൽ അവ്വലൊക്കെ അല്ലേ. അപ്പോൾ എല്ലാ വർഷവും കാക്ക അങ്ങനെ ഉണ്ടാക്കലുണ്ട്. അങ്ങനെ അതെ നമ്മൾ കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പം നാത്തൂനും മുത്തച്ഛനും കൂടെ ഇവിടെ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബീഫും പൂളിയിട്ട് കറിയും നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിയൊക്കെ ഞാൻ വരുന്നതിൻ്റെ മുന്നേ തന്നെ അത് റെഡി ആയിട്ടുണ്ട്. അത് വറവിട്ടെടുക്കാനുള്ള ഉള്ളിയാണ് അരിഞ്ഞെടുക്കുന്നത്. അങ്ങനെ അളിയാക്ക ഇവിടെ നെയ്ച്ചോറും വെക്കണം തുടങ്ങിയിട്ടുണ്ട്. അത് ആ ചെമ്പൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്ത് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തീയൊക്കെ ഉഷാറായിട്ട് കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയൊക്കെ ചൂടായതിന് ശേഷം ഏലക്കായ്, ഗ്രാമ്പൂ, പട്ട ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച വല്യുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ല പോലെ വാട്ടിയെടുക്കണം കേട്ടോ വല്യുള്ളി. അങ്ങനെ നമ്മൾ ബീഫ് കറി ഞാൻ വരുന്നതിൻ്റെ മുന്നേ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാട്ടോ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു കൊടുത്തു. പിന്നെ നാത്തൂൻ താത്ത അവിടെ അരിയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. 2-3 കൊട്ടയൊക്കെ ആക്കി ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഉപ്പയാണ് കേട്ടോ, നമ്മളെ ഇവിടുത്തെ ഉപ്പയാണ്. ഇപ്പം എല്ലാം നോക്കിയിരുന്ന് കാണാൻ കേട്ടോ. അപ്പോൾ ഇപ്പം എന്നോട് ഞാൻ പറയും, ഇപ്പം നിങ്ങളും തിരിഞ്ഞെന്താണ്, നിങ്ങളൊന്ന് വീഡിയോ എടുക്കട്ടെ. അപ്പോൾ ഉഷാറായിട്ട് അവിടെ ഇരുന്ന് തന്നാണ്. അങ്ങനെ അതാ ചെറിയ നാത്തൂനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അതാ അപ്പൊക്കെ നമ്മൾ ചോറിന് വെച്ച വെള്ളമൊക്കെ നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അളിയാക്ക അതാ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ നമ്മൾ കഴുകി ഊറ്റി വെച്ച അരിയും കൂടെ അതാ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ 2-3 കൊട്ടയൊക്കെ ആക്കിയിട്ടാണ് ഊറ്റിയെടുത്തത്. പിന്നെ കുറച്ചധികം തന്നെ ചോറ് വേണം കേട്ടോ. ഞങ്ങൾ കുറച്ച് വലിയ ഫാമിലിയാണ്. അങ്ങനെ ആദ്യം 2 കൊട്ട ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ പിന്നെ അടുത്ത കൊട്ടയത്തും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കും. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ ഫുഡ് കഴിക്കാനുള്ള ടേബിളും സ്റ്റൂളുകളൊക്കെ ശരിക്കാക്കുന്നുണ്ട് കേട്ടോ മക്കളെല്ലാവരും കൂടെ. ഇതാ സെറ്റാക്കിയിട്ട് ഇപ്പോൾ ഇതാ 2 കൂടെ ഫോണിലും കണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ഇതിക്കൊന്ന് നോക്കിക്കാണിയാണ്. അപ്പോൾ 2 കൂടെ അതിക്ക് നോക്കിയതാണ് കേട്ടോ. ഇതാ അവിടെ 3 പെണ്ണുങ്ങൾ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും കണ്ടൊരു സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പം ഇവിടെ നാത്തൂൻ താത്ത ഇവിടെ പപ്പടം പൊരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടോ. അപ്പൊക്കെ മഗ്‌രിബിക്ക് വാങ്ങിക്കൊടുത്തു. പിന്നെ നിസ്കാരം കഴിഞ്ഞപ്പോൾ നമ്മൾ മൗലൂദ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മൗലൂദൊക്കെ കഴിഞ്ഞിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ മൗലൂദ് ചെല്ലണ വീഡിയോ ഒക്കെ കുറച്ചെടുത്തിട്ട് കേട്ടോ. വീഡിയോ ലെങ്ത് കണ്ടാന്ന് കരുതിയിട്ടാണ്. മൗലൂദത്തും ദുആയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. രാത്രി ആവുകൊണ്ട് വീഡിയോ ഒക്കെ കുറച്ച് ക്ലിയർ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് ക്ഷമിക്കൊന്ന് കരുതാണ്.
നല്ല രസമാണ് ഇവിടെ നിന്നാട്ടിരുന്നല്ലോ. മോശം ചെയ്തിട്ട് കാരണം പറയുന്നത് നിക്കണോക്കാണ്. നിങ്ങളിപ്പോ എന്തായാലും ആ ചോറൊക്കെ എടുത്ത് നിങ്ങളെ മുഖം കണ്ടിക്കണ്. ഇനിയിപ്പോ നിങ്ങളെ മറിച്ചിട്ട് ഒരു കാര്യമില്ല. നാളെ പോയാ പോലെ ആണ്ട് ഇട്ടുകൂട് സാലിപ്പാ. അങ്ങനത്തെ ആ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളെ മുത്തച്ഛൻ്റെ മോളെ കുട്ടീൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ അന്ന്. അപ്പോൾ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കട്ട് ചെയ്തു. അപ്പം ഇത്രയ്ക്കാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.